Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question number 387. Find unique character in a string. Given a string S and first non-repeating character in it and return its index. If it does not exist, return 1. അതായത് ആ സ്ട്രിങ്ങിനകത്തുള്ള ഫസ്റ്റ് നോൺ റിപ്പീറ്റിംഗ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഫ്രീക്വൻസി കൗണ്ട് ചെയ്തിട്ട് അത് എന്താ പറയുക, നമുക്ക് റിട്ടേൺ അതിൻ്റെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യരുത്. 1 ആണെങ്കിൽ ഈസിക്കൽ 1 ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക. ഫ്രീക്വൻസി കൗണ്ട് ചെയ്ത് നമ്മളെപ്പോഴും ഹാഷ് മാപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഹാഷ് മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മാനുവലി നമുക്ക് വെക്ടർ വെച്ച് ഒരു ഹാഷ് മാപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബിൽഡ് ഇൻ മാപ്സ് ഉപയോഗിക്കാം. ഞാൻ വെക്ടർ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. വെക്ടർ ഇൻഡ് വി 26 എന്ന് പറയുന്നത് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. 0 എന്ന് പറയുന്നത് ആ 26 സ്പേസസ് നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിനകത്ത് 26 കോളം ഉണ്ട്, അതെല്ലാം 0 ആണ്. അപ്പോൾ അതാണ് ഈ വെക്ടർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൽഫബറ്റിനും ഓരോ അക്കങ്ങൾ നമ്മൾ അസൈൻ ചെയ്യണം. എന് 1, ബിന് 2, സിന് 3. പക്ഷെ അതെങ്ങനെ അസൈൻ ചെയ്യും? അത് മറ്റേ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിൽ പറഞ്ഞ പോലെ മൈനസ് സ്മോൾ എ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ പറയുന്നുണ്ട് എവരി എസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ലോവർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈനസ് സ്മോൾ എ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറിനകത്ത് നമുക്ക് കറക്റ്റ് അക്കം കിട്ടുന്നു അല്ലേ? കാര്യം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ CH മൈനസ് എന്ന് വെച്ചോ. CH ഒരു ക്യാരക്ടർ ആണെന്ന് വെച്ചോ. അപ്പോൾ CHൻ്റെ ഫോർ എക്സാമ്പിൾ CH എന്ന് പറയുന്നത് L എന്ന് പറയുന്ന ക്യാരക്ടറാണെന്ന് വെച്ചോ. L മൈനസ് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Aൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 97 ആണ്. 97 Aൻ്റെ വാല്യൂ 97 ആണ്. Lൻ്റെ വാല്യൂ സംതിങ് ആയിരിക്കും. Lൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്തായാലും A കഴിഞ്ഞിട്ടായിരിക്കും Lൻ്റെ വാല്യൂ വരുന്നത്. അപ്പം സംതിങ് ലൈക്ക് 97 പ്ലസ് എക്സ് ആയിരിക്കും Lൻ്റെ വാല്യൂ. അപ്പം 97 പ്ലസ് എക്സ് മൈനസ് 97 എന്ന് പറയുന്നത്, അതായത് Lൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 97 പ്ലസ് എക്സ്. കാര്യം A കഴിഞ്ഞിട്ട് A കഴിഞ്ഞിട്ടല്ലേ എന്തായാലും L വരത്തുള്ളൂ. അപ്പം അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 97 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് മൈനസ് A എന്ന് പറഞ്ഞാൽ മൈനസ് 97. അപ്പോൾ ഈ മൈനസ് ഈ കട്ടായി പോകുമ്പം ആ എക്സിൻ്റെ ഒരു നമ്പർ കിട്ടും. ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ വിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന പൊസിഷനാണ് ആ എക്സ് എന്ന് പറയുന്നത്. അതായത് ഈ Lൻ്റെ പൊസിഷൻ, Lൻ്റെ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ L എവിടെ കിടക്കും എന്നുള്ള പൊസിഷനാണ് നമുക്ക് അത് കിട്ടുമ്പോൾ ചെയ്യുന്നത്. അതായത് ഈ CH മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ ആ പർട്ടിക്കുലർ CH എവിടെ കിടക്കുന്നു എന്നുള്ളത് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ലോജിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആസ്കി വാല്യൂ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന വെക്ടറിൽ ഫില്ല് ചെയ്യാണ് ഫ്രീക്വൻസി ഫില്ല് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം. ഫോർ നമ്മൾ മറ്റേ ഇത് ചെയ്യും, എന്താ പറയുക, ഫോർ ഈച്ച്. അപ്പം ഈച്ച് സ്ട്രിങ്ങിൽ ഈച്ച് ക്യാരക്ടർ എടുക്കുന്നു, എന്നിട്ട് അതിനെ ഫ്രീക്വൻസി അപ്ഡേറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ CH ഇടാൻ പറ്റുമോ? C ഇടാൻ പറ്റുമോ? അറിയില്ല. C ക്യാരക്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മൈനസ് അത് ഇട്ടാലും അതിൻ്റെ നമ്പറിൽ തന്നെ ആയിരിക്കും സ്റ്റോർ ആകുന്നത്. പക്ഷെ നമുക്ക് 26 വാല്യൂ ഉള്ളൂ. നമ്മൾ മൈനസ് എന്താ പറയുക A. അപ്പോൾ ഈ ബിൻ്റെ ആ പർട്ടിക്കുലർ ക്യാരക്ടർ നമ്പറിൽ പോയിട്ട് ആ കോളത്തിൽ പോയിട്ട് പ്ലസ് അടിക്കുന്നു. അതായത് ഇപ്പോൾ 0 ആണ്, അപ്പം 1 ആവും. അപ്പോൾ പിന്നെയും അതേ ക്യാരക്ടർ പിന്നെയും വരുവാണെങ്കിൽ ഈ ഒരു ഇത് വെച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ പിന്നെയും പ്ലസ് അടിക്കുന്നു. അങ്ങനെ ഇതാണ് ഹാഷ് മാപ്പ്, നമ്മൾ ഉണ്ടാക്കിയ ഹാഷ് മാപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റല്ല നമ്മുടെ അൺഓർഡർ മാപ്പോ അല്ലെങ്കിൽ മാപ്പോ വെച്ചാൽ ചെയ്യാം. സംഭവം സെയിം സാധനം തന്നെയാണ്. പക്ഷേ ഇത് വെച്ച് ചെയ്യുന്ന കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാഷ് മാപ്പ് ഇവിടെ ഫില്ല് ചെയ്തു. മാപ്പ് ഇവിടെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ആ എസ് സ്ട്രിങ് ഉണ്ട്, നമ്മുടെ സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിനകത്ത് നമുക്കൊരു ഫോർ ലൂപ്പ് സ്ട്രിങ്ങിനകത്തുള്ള ഈച്ച് എലമെൻ്റ് എടുക്കാം. എന്നിട്ട് ഈച്ച് എലമെൻ്റ് ഈ മാപ്പിൽ ഉണ്ടോ എന്ന് നോക്കാം. ആ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത്
അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, അഥവാ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഐ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഐ റിട്ടേൺ ചെയ്യും, ഇൻഡെക്സ് റിട്ടേൺ ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഫോർ ഈച്ച് വരത്തില്ല, ഇവിടെ നമ്മൾ സാധാരണ ഫോറിൽ കൊടുത്തേ വരത്തുള്ളൂ. സാധാ ഫോറിൽ കൊടുത്തു. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഈക്വൽ ആണോ നോക്കണം. സ്ട്രിങ്ങിൻ്റെ എലമെൻറ്റും സ്ട്രിങ്ങിൻ്റെ എലമെൻറ്റ് ഈ മാപ്പിൽ ഉണ്ടോ നോക്കണം. അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കണ്ടിന്യൂ, ഈക്വൽ 1 ആണെങ്കിൽ റിട്ടേൺ. അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്താലും മതി, രണ്ടും ഒരേപോലെ ഒക്കെ തന്നെ. എസ് ഓഫ് അല്ലെങ്കിൽ വി ഓഫ് എസ് ഓഫ് ഐ മൈനസ് എ, ഇങ്ങനല്ലേ, ഇങ്ങനെയാണ്. ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഐ, പിന്നെ പുറത്ത് റിട്ടേൺ -1. പുറത്ത് വന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റും 1 അല്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ എല്ലാ എലമെൻറ്റും രണ്ടോ രണ്ടിക്കുള്ള റിട്ടേൺ വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും യൂണീക്ക് അല്ല. അപ്പോൾ നമുക്ക് റിട്ടേൺ -1 ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വിനകത്ത് പോകുന്നു, വിനകത്ത് എസ് ഓഫ് ഐ മൈനസ് എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയിരിക്കും. എസ് ഓഫ് ഐ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ എടുക്കുന്നു, എയിൻ്റെ ആസ്കി വാല്യൂ എടുക്കുന്നു. എയിൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ മൈനസ് എയിൻ്റെ ആസ്കി വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ പൊസിഷൻ കിട്ടുന്നു. ആ പൊസിഷനിലാണ് നമ്മൾ നേരത്തെ ഇവിടെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോയത്. അപ്പം കറണ്ട് പൊസിഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് നോക്കുമ്പോൾ അത് 1 ആണെന്നുണ്ടെങ്കിൽ അത് യൂണീക്ക് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ലൂപ്പിൽ പുറത്ത് വരുന്നു. ലൂപ്പിൽ പുറത്തു വന്ന ശേഷം നമ്മൾ -1 റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജയിച്ചു.